Hello, welcome to the video Indian Writings in English. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോർ കോഴ്സായ ഫോർത്ത് സെമസ്റ്ററിലെ കോർ കോഴ്സായ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ ഈ ചാനലിൽ ഈ പേപ്പറിൻ്റെ വീഡിയോസ് തുടർന്നും വരുന്നതാണ്. ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സുകളുടെ ഭാഗമാവുക. Today we will be discussing a very important paper, Indian Writing in English. What is writing? ഇവിടെ റൈറ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് റൈറ്റിംഗ്. സാഹിത്യരചന എന്നതിനെ വ്യാഖ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു മേഖല തന്നെയാണ്. നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുവിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, സിനിമ കാണുന്നവരാണെങ്കിൽ ഒക്കെ തന്നെ, അല്ലെങ്കിൽ വായിക്കുന്നവരാണെങ്കിൽ ഈ മേഖലയെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ത്രീ ഇഡിയറ്റ്സ്, അതുപോലെ തന്നെ വൺ നൈറ്റ് അറ്റ് എ കോൾ സെൻറ്റർ, അല്ലെങ്കിൽ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഇങ്ങനെ നിരവധി സിനിമകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഈ സിനിമകളൊക്കെ തന്നെ അതേ നാമത്തിലുള്ള നോവലുകളെ ആസ്പദമാക്കി നിർമ്മിച്ചവയായിരുന്നു. ഈ നോവലുകളൊക്കെ തന്നെ ഇന്ത്യൻ എഴുത്തുകാരാൽ എഴുതപ്പെട്ടവയാണ്. എന്നാൽ ഈ നോവലുകൾ എഴുതപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇത്തരത്തിൽ ഇന്ത്യക്കാരായ എഴുത്തുകാരാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായാലും എങ്കിലും എഴുത്തുകാർ ഇന്ത്യക്കാരായിരിക്കണം. അങ്ങനെ ഇന്ത്യക്കാരായ എഴുത്തുകാരാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന കൃതികളുടെ ഒരു വലിയ കൂട്ടം, ഒരു വലിയ കളക്ഷൻ ഉണ്ട്. ഒരുപാട് രചനകൾ ഇന്ത്യക്കാരായ എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. നോവലുകളായിട്ടും കവിതകളായിട്ടും കഥകളായും നാടകങ്ങളായും നിരവധി സാഹിത്യകൃതികൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു പതിവ് തുടങ്ങുന്നത്? ഇന്ത്യൻ ഭാഷകൾ, പൊതുവിൽ ഇന്ത്യൻ ഭാഷകളുടെ കൂട്ടത്തിൽ നമ്മളിൽ ചിലരെങ്കിലും ഇന്ത്യൻ ഭാഷയെന്ന് പരിഗണിക്കാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഉത്ഭവം എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടാണ്, ബ്രിട്ടനാണ്. അതുകൊണ്ടാണ് അങ്ങനെ കരുതാൻ കാരണം. എങ്കിലും നമുക്കറിയാം, വർഷങ്ങളായി ഇന്ത്യൻ മണ്ണിൽ നിലകൊള്ളുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഉപയോഗത്തിൻ്റെ ഭാഷയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ പ്രയോഗങ്ങൾ, ഇന്ത്യൻ രീതികൾ, ഉച്ചാരണങ്ങൾ, സംഭാഷണ രീതികൾ, എഴുത്തു രീതികൾ, ശൈലീ പ്രയോഗങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് ഇന്ന് ഇന്ത്യൻ ഭാഷകളെ പോലെ തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന ഈ പേപ്പറിൽ ഇത്തരത്തിൽ ഇന്ത്യക്കാരെ എഴുത്തുകാരാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന കൃതികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ ചരിത്രവും അതിൻ്റെ വർത്തമാനകാലവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രധാനമായും ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ പതിവ് തുടങ്ങുന്നത്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുക ഇന്ത്യയുടേതായ ഒരു ഭാഷയാണെന്ന് നമുക്ക് അതിൻ്റെ ഉത്ഭവം വെച്ച് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. എന്നാൽ പ്രയോഗം കൊണ്ട് അതൊരു ഇന്ത്യൻ ഭാഷയാണ് ഇന്ന്. എന്നാൽ അത് ഇന്ത്യയുടെ ഭരണചക്രം തിരിച്ചിരുന്ന, ഇന്ത്യയെ സ്വന്തം നിയന്ത്രണത്തിൽ വച്ചിരുന്ന ബ്രിട്ടൻ്റെ ഭാഷയായിരുന്നു ഒരു കാലത്ത്. അവരുടെ മാത്രം ഭാഷയായിരുന്നു ഒരു കാലത്ത്. ആ ഭാഷ ഇന്ത്യക്കാരുടെ സ്വന്തമായി മാറി വർഷങ്ങളുടെ പരിണാമം കൊണ്ട് എന്ന് പറയാം. എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ ഭൂതകാലം
വർഷങ്ങളുടെ വൈദേശിക ആധിപത്യത്തിൻ്റെ ആ ഭൂതകാലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ ഭാഷ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന കാലഘട്ടം കിടക്കുന്നത്. അവിടെയാണ് ഈ ഭാഷയിൽ എഴുതി തുടങ്ങുന്ന കാലഘട്ടം കിടക്കുന്നത്. അപ്പം നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കുന്നത്. ടുഡേ we will be studying the first unit from the first block. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സാഹിത്യത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി? നമ്മൾ ചരിത്ര പഠനത്തിലേക്ക് കയറുന്നതിന് മുമ്പായി ഒരു ആമുഖം എന്ന രീതിയിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. When you study Indian English writing or Indian writing in English, ഇതിന് രണ്ട് പേരുകളുണ്ട്. അതും പ്രധാനമായി ഓർമ്മിക്കുക. രണ്ട് രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാറുണ്ട് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ്. അതിലൊന്നാണ് നമ്മുടെ പേപ്പറിൻ്റെ തന്നെ ഹെഡിങ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. നമ്മൾ ഈ പേപ്പറിൽ അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു രീതി കൂടിയുണ്ട്, അതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വേർഷൻ, അതായത് ഇന്ത്യയുടേതായ സ്വന്തമായ ഒരു വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ഈ വേർഷനിൽ എഴുതുന്ന അല്ലെങ്കിൽ ഈ വേരിയൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ വേരിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന സാഹിത്യം എന്ന അർത്ഥത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നും ഈ മേഖലയെ അല്ലെങ്കിൽ ഈ വിഷയത്തിനെ വിളിക്കാറുണ്ട്. അതും നിങ്ങൾ ഓർമ്മിക്കുക. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. പല പുസ്തകങ്ങളിലും അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പേപ്പറിൻ്റെ ഫോക്കസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷാണ്. അതായത് അതിനും ഒരു പ്രത്യേക അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഹിയർ ഇംഗ്ലീഷ് കുഡ് മീൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, നോട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ആ ഒരു സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇന്ത്യക്കാർ എഴുതിയ കൃതികളെയും ഇന്ത്യൻ സാഹിത്യത്തെയുമാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് സാഹിത്യരചനകൾ മാറുന്നൊരു കാലഘട്ടമാണ് 90-കൾ, 1990-ന് ശേഷം. കൃത്യമായി പറഞ്ഞാൽ ഒരു 80-കൾ, 1984, 80-കൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷിന് വലിയ ഫോക്കസ് കിട്ടുന്നത്. സൽമാൻ റഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ 84-ലോ മറ്റാണ് അത് പബ്ലിഷ് ആകുന്നത്. അപ്പോൾ ആ കൃതിയോടുകൂടിയാണ് വലിയ ചർച്ചയാകുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ്. കാരണം ആ കൃതിയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ലാംഗ്വേജ് പോലുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, സാധാരണക്കാരുടെ സംസാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നീട് വരുന്ന അരുന്ധതി റോയൊക്കെ, 90-കളിലൊക്കെ വരുന്ന അരുന്ധതി റോയ്, അനിത ദേശായി, സൽമാൻ റഷ്ദിയുടെ സമകാലികയായി എഴുതിയ അനിത ദേശായി, ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാർ ഇന്ത്യയുടെ സ്വന്തമായിട്ട് മാറിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന ആ വ്യതിയാനം വന്ന ഭാഷയെ, ഡയലക്റ്റിനെ, ആ വേരിയൻറ്റിനെ ഉപയോഗിച്ചാണ് എഴുതിയത് എന്ന് പറയാം. അവർ ആ ഭാഷയാണ് ചർച്ചയാക്കിയത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായി ചരിത്രം, എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സാഹിത്യം വരുന്നത് അതായത് ഇന്ത്യക്കാരാൽ എങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യം എഴുതപ്പെടാൻ തുടങ്ങി, അപ്പോൾ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതലായി ഈ പേപ്പർ ഊന്നൽ നൽകുന്നത്. നമുക്കതുകൊണ്ട് തന്നെ ആയിരിക്കണം ടൈറ്റിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് അല്ല, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ആ രണ്ട് ഇംഗ്ലീഷിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഡയലക്റ്റ് ആണ്, വേരിയൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, മീനിങ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. വെറും ഇംഗ്ലീഷ് എന്ന് മാത്രം പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഓക്കെ, ദാറ്റ് ഇസ് ദി മീനിങ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഇന്ത്യൻ ഇംഗ്ലീഷിനെ സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ്. ഓക്കെ, ഇന്ത്യൻ വേരിയൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡയലക്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇന്ത്യക്കാർ എങ്ങനെ എഴുതി എന്നുള്ള ആ കാര്യത്തിനാണ് കൂടുതൽ ഫോക്കസ് നമ്മൾ പ്രത്യേകിച്ച് ആദ്യത്തെ ബ്ലോക്കുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ചരിത്രം ആണ് നമ്മുടെ ഫോക്കസ് ഇവിടെ. നമുക്ക് നോക്കാം, കോണ്ടൻസ് ഒന്ന് നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ആകെ 6 ബ്ലോക്കുകളുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററിയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി.
6 യൂണിറ്റുകളുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ശരിക്കും ഹിസ്റ്ററിയാണ് മുഴുവൻ. എന്ന് വെച്ചാൽ യു ഹാവ് ടു സ്റ്റഡി ദിസ് അറ്റ് എനി കോസ്റ്റ്. ഇതിപ്പോൾ ഒരു കഥയോ കവിതയോ പഠിക്കുന്ന പോലെ വളരെ ലാഘവത്തോടെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കഥയും കവിതയും ലാഘവത്തോടെയല്ല നമ്മൾ പഠിക്കുന്നത്, അറിയാം. എന്നാലും കഥയും കവിതയും പഠിക്കുന്ന ആസ്വാദനം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കുറച്ചൊരു ചരിത്ര താല്പര്യവും ചരിത്രം പഠിക്കാനുള്ള താല്പര്യവും അതുപോലെ തന്നെ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നന്നായി വായിക്കണം. അതുപോലെ തന്നെ പോയിന്റ്സ് പ്രത്യേകമായി ലെക്ചർ നോട്ട്സ് നോട്ട് ചെയ്തെടുക്കുകയും വേണം. Unit 1 is brief historical context of colonial encounter, where we study how the British invasion, British rule helped the Indian people to learn this new language. Unit 2, Indian English poetry. അവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന വാക്ക് ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രോസ്, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി, ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ. അപ്പം നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് തൽക്കാലം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ബ്ലോക്കിൽ യൂണിറ്റ് 1 ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 നോൺ ഫിക്ഷൻ, ബ്ലോക്ക് 3 പോയട്രി, 4 ഷോർട്ട് ഫിക്ഷൻ, 5 ഫിക്ഷൻ, 6 ഡ്രാമ. അപ്പം ഇത് നമുക്ക് ഓരോന്നോരോന്നായി ഓരോ സെക്ഷൻസ് വീഡിയോസിൽ പരിചയപ്പെടാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പരിചയപ്പെടാം. യൂണിറ്റ് 1 ഫ്രം ബ്ലോക്ക് 1. ഡിസ്കഷൻ. നമുക്ക് ഈ ഡിസ്കഷൻ സെക്ഷനിലേക്കാണ് പോകേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് എഴുത്ത് സാഹിത്യവും അല്ലെങ്കിൽ സാഹിത്യരചനയും വരുന്നത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നോൺ ആസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെയും അറിയപ്പെടുന്നു. ഇത് ഹാസ് ഗെയിൻഡ് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്ട് ഇൻ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. ഇന്നത്തെ ഒരു കാര്യം പറയാം അവിടെ. ഓക്കെ, ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് പോലെ നമ്മൾ പോവാണ്. ഇവിടെ പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥ പറയും. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സാഹിത്യ മേഖലയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു. അമിതാഭ് ഘോഷിനെ പോലെയൊക്കെയുള്ളവർ ഇന്റർനാഷണലി വളരെ വളരെ അക്ലെയിംഡ് ആണിന്ന്. Over the years, numerous Indian authors, including novelists, poets, dramatists, and essayists, have made significant contributions to global literature. Their works are widely read, circulated, and appreciated by readers across the globe. വർഷങ്ങളായി ധാരാളം ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാർ, അതിൽ നോവലിസ്റ്റുകളുണ്ട്, പോയറ്റ്സ് ഉണ്ട്, ഡ്രാമറ്റിസ്റ്റ് ഉണ്ട്, ഒരുപാട് വിഭാഗത്തിൽപ്പെടുന്ന എഴുത്തുകാർ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ രചനകൾ പരക്കെ വായിക്കപ്പെടുന്നുണ്ട്. Indian authors have also been receiving acclaim on prestigious platforms such as the International Booker Prize and the Booker Prize, showcasing the growing influence and reach of Indian English literature. വർഷങ്ങളായിട്ട് ബുക്കർ പ്രൈസിലൊക്കെ ഇന്ത്യൻ എഴുത്തുകാരുടെ പേരുകൾ വരുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു, അവാർഡ് തന്നെ ബുക്കർ പ്രൈസിന് ലഭിക്കുന്ന നിരവധി പേര് ഉണ്ട്. The success of Indian authors on the world stage is evident from the fact that 5 Indian authors have won the prestigious Booker Prize. The Booker Prize ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ്, സാഹിത്യ കൃതികൾക്ക് ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ്. ഈ ബുക്കർ പ്രൈസ് 5 ഇന്ത്യൻ എഴുത്തുകാർക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്നത് തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ വ്യാപ്തി, അതിന്റെ ഇൻഫ്ലുവൻസ് തെളിയിക്കുന്നതാണ്. And one has been honored with the International Booker Prize. ബുക്കർ പ്രൈസിന്റെ തന്നെ ഒരു വേരിയന്റ് പ്രൈസ് ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അത് ഒരു എഴുത്തുകാരന് ലഭിച്ചിട്ടുണ്ട്. The journey began in 1971 when V.S. Naipaul became the first Indian author to win the Man Booker Prize for his novel. 1971 ഇത് തുടങ്ങുന്നത്, ഈ യാത്ര തുടങ്ങുന്നത്. എന്ത് യാത്രയാ? ബുക്കർ പ്രൈസിനുള്ള യാത്ര. V.S. നൈപോൾ എന്ന ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യക്കാരനായ, അതായത് ഇന്ത്യൻ വംശജനായ എഴുത്തുകാരനാണ് അദ്ദേഹം.
വി എസ് നൈപ്പോൾ. നിങ്ങൾക്ക് അറിയായിരിക്കും, വി എസ് നൈപ്പോളിനെ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ വി എസ് നൈപ്പോളിലാണ് തുടക്കം. ശരിക്കും 1971 അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. വി എസ് നൈപ്പോൾ, പേര് ഓർമ്മിക്കുക. വി എസ് നൈപ്പോളിന് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് 1971. അദ്ദേഹത്തിൻ്റെ അതിലൂടെയാണ്, ആ കൃതിയിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് പറയാം ഈ ബുക്കർ പ്രൈസിൻ്റെ ജേണി, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന പതിവിന് തുടക്കം കുറിക്കുന്നത് 71 മുതൽ. അതിൽ ഒരു പ്രത്യേകതയുള്ളത്, ഈ 70-ന് ശേഷം 80-കളൊക്കെ ആകുമ്പോഴാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇൻട്രൊഡക്ഷനിൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന പേരുള്ള ഈ പ്രത്യേക വെറൈറ്റി ഓഫ് ലാംഗ്വേജിന് കൂടുതൽ അംഗീകാരം ലഭിച്ച് കാണുന്നത്. അതുവരെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ് അതുവരെ ഇന്ത്യൻ എഴുത്തുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ തന്നെ എഴുതണം. നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളെ നമ്മുടേതായ തരത്തിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ആദ്യത്തെ എഴുത്തുകാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് എഴുതിയത്. എന്നാൽ ഈ 80-കൾക്ക് ശേഷം സൽമാൻ റഷ്ദിയെ പോലുള്ളവർ കറേജ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാടൻ ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന സ്ട്രീറ്റ് ലാംഗ്വേജ് ഒക്കെ കഥാപാത്രങ്ങളുടെ ഡയലോഗൊക്കെ ആയിട്ട് വരുന്നത്. This was followed by notable Indian authors such as Salman Rushdie, Arundhati Roy, Kiran Desai, and Aravind Adiga, who have all received recognition through this esteemed award. ഈ നൈപ്പോളിന് ശേഷം, വി എസ് നൈപ്പോൾ എന്ന എഴുത്തുകാരന് ശേഷം പിന്നീട് അങ്ങോട്ട് കുറേ പേർക്ക് കിട്ടി. സൽമാൻ റഷ്ദി, അരുന്ധതി റോയ്, കിരൺ ദേശായി, അരവിന്ദ് അഡിഗ ഇങ്ങനെയുള്ള നിരവധി എഴുത്തുകാർക്ക് ലഭിച്ചു. In addition to the Booker Prize, Indian authors have also made their mark on the International Booker Prize platform. Geetanjali Shree made history by winning the first International Booker Prize in 2022 for her novel Tomb of Sand. ഗീതാഞ്ജലി ശ്രീ എന്ന എഴുത്തുകാരി, ഹിന്ദി എഴുത്തുകാരിയായിരുന്നു അവർ. ട്രാൻസ്ലേറ്റഡ് വർക്കിന് 2022 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചു ആദ്യമായിട്ട്. ഗീതാഞ്ജലി ശ്രീ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ടൂം ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിനാണ്. ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ബൈ ഡെയ്സി റോക്ക്വെൽ. അത് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക, പേര് ഓർമ്മിക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഹിയർ ദ റൈറ്റർ ഇസ് നോട്ട് എൻ ഇംഗ്ലീഷ് റൈറ്റർ. ഒറിജിനൽ ബുക്ക് ഇസ് നോട്ട് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. This award is given for a translated work. The original work is in Hindi language. അത് വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഇന്ത്യൻ ഭാഷകളിലൊന്നിൽ എഴുതിയ പുസ്തകത്തിന് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുക, അക്നോളജ്മെന്റ് കിട്ടുക, that never happened before. And here we are witnessing such an amazing change. പക്ഷേ obviously it is given for translation. പിന്നെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് ഗീതാഞ്ജലി നൊബേൽ പ്രൈസ്. It was an Indian work, but translation got Nobel Prize. So that is also there. Geetanjali ആരാന്നറിയാലോ, ടാഗോറിൻ്റെ അല്ലേ. This achievement highlights the diversity and richness of Indian literature, presenting stories and voices that resonate globally. ഇപ്പോൾ ഇന്റർനാഷണലി ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന, വായനക്കാരെ സംവദിക്കാൻ പറ്റുന്ന കൃതികൾ ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് ശരിക്കും വലിയൊരു കാര്യമാണ്. Despite its relatively short history compared to other literary traditions, Indian writing in English has evolved rapidly and garnered widespread attention. ഈ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ശരിക്കും 100 കണക്കിന് വർഷം പഴക്കമുള്ളൊരു വസ്തുതയാണ്, ഒരു മേഖലയാണ് ഇന്ത്യൻ സാഹിത്യം. എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല എന്നുള്ളതാണ്. എങ്കിലും അത് പെട്ടെന്ന് തന്നെ ഇവോൾവ് ചെയ്ത് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. It is fascinating to observe the journey of Indian literature in English. ശരിക്കും അത്ഭുതകരം തന്നെയാണ് ഈ യാത്ര കാണുക, ഈ ഒരു വിറ്റ്നസ് ചെയ്യുക, പരിണാമം കാണുക എന്നുള്ളത്. From its humble beginnings to its current stature. അതായത് തുടക്കത്തിൽ വളരെ എളിയ തോതിൽ തുടങ്ങി ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യം ഇന്ന് വലിയ പടർന്ന് പന്തലിച്ചിരിക്കുന്നു, ഒരു മഹാവൃക്ഷമായി മാറിയിരിക്കുന്നു. As a prominent and respected part of global literary conversations. Internationally,
ഒരു പ്രധാനപ്പെട്ട സാഹിത്യ ശാഖ തന്നെയായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് സബ് ഹെഡിങ്ങിലേക്ക് പോവാം. ഇന്ത്യാസ് കൊളോണിയൽ എൻകൗണ്ടർ. അപ്പം നമ്മുടെ ടോപ്പിക് തന്നെ ഇതാണ്, ഇന്ത്യാസ് കൊളോണിയൽ എൻകൗണ്ടർ. Indian writing in English emerged as a byproduct of India's encounter with the British colonialists, their trade and commerce, culture and literature. അതായത് ഇവിടെ കൊളോണിയൽ എൻകൗണ്ടറിനെ കുറിച്ചാണ്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ത്യയുടെ ഈ കൊളോണിയൽ രാജ്യമായ ബ്രിട്ടനുമായിട്ടുള്ള കൂട്ടിമുട്ടലിലാണ്, സന്ധിക്കലിലാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉദയം ചെയ്യുന്നത്. ബ്രിട്ടനുമായിട്ടുള്ള സാംസ്കാരിക ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ കീഴിലുള്ള ജീവിതം, അവരുടെ ഭരണത്തിന് കീഴിലായിരിക്കെ 200ഓളം വർഷങ്ങൾ, 200-ന് മുകളിൽ വർഷങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നീട് ബ്രിട്ടൻ നേരിട്ടുള്ള ഭരണം, വർഷങ്ങൾ, നൂറ്റാണ്ടുകളുടെ ഭരണം, പിന്നീട് അതിന് ശേഷമുള്ള ഇൻഫ്ലുവൻസ്, കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇങ്ങനെ ഒരു വലിയ ഇൻഫ്ലുവൻസിൻ്റെ ഒരു നീണ്ട കഥയാണ് ബ്രിട്ടനുമായിട്ട് ഇന്ത്യക്ക് പറയാനുള്ളത്. തിരിച്ച് ഇന്ത്യയും കൾച്ചറലി, സോഷ്യലി ബ്രിട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സാമ്പത്തികമായി പോലും. It was at the beginning of the 17th century that the British were able to establish a strong connection with India. 17th സെഞ്ച്വറിയുടെ തുടക്കത്തിലാണ്, അതായത് 1600-കളുടെ തുടക്കത്തിലാണ് ഇന്ത്യയുമായി സ്ട്രോങ് ആയ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യലായ, പറയത്തക്ക രീതിയിലുള്ള ഒരു കണക്ഷൻ ബ്രിട്ടീഷുകാരുണ്ടാക്കുന്നത്. Until then, with Vasco da Gama's discovery of the sea route to India in 1498, the Portuguese and the Dutch had monopolized the trade routes. It was with the realization that India could be a place of economic and trade importance that the English set out to colonize it. വാസ്കോ ഡ ഗാമയുടെ യാത്രയാണ് യൂറോപ്പിയൻസിന് പൊതുവിൽ, ബ്രിട്ടൻ കൂടാതെ യൂറോപ്പിന് പൊതുവിൽ ഇന്ത്യയിലേക്കുള്ള മാർഗം തെളിക്കുന്നത്. എങ്കിലും ബ്രിട്ടീഷുകാർ പിന്നീട് ഇന്ത്യയുമായി ഒരു കൊളോണിയൽ താല്പര്യത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലേക്ക് വരുന്നു. മറ്റെല്ലാ യൂറോപ്യൻ ശക്തികൾക്കും അപ്പുറം അവരുടെ സ്വാധീനം ഇവിടെ സ്ഥാപിക്കുന്നു. MK നായിക്, പ്രമുഖനായ ഒരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ ആൻഡ് ലിറ്റററി ക്രിട്ടിക്കാണ് MK നായിക്, had noted that in 1511 a petition addressing King Henry VIII requested that they turn their colonizing endeavor to India. 1511 1511 ഹെൻറി ദി എയ്ത്ത്, നമുക്കറിയാമല്ലോ, കിങ് ഹെൻറി ദി എയ്ത്തിനെ ഓർമ്മയുണ്ടല്ലോ, ആൻ ബൊളീനെ വിവാഹം കഴിച്ച ഹെൻറി ദി എയ്ത്ത്, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ റോമൻ ചർച്ചിൽ നിന്നുള്ള സ്പ്ലിറ്റിന് കാരണമായ ഹെൻറി ദി എയ്ത്ത്. അപ്പോൾ ഈ ഹെൻറി ദി എയ്ത്തിനോട് ഒരു പെറ്റീഷൻ ഹെൻറി ദി എയ്ത്തിന് നൽകപ്പെടുകയുണ്ടായി, ഒരു പരാതി അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് നൽകപ്പെടുകയുണ്ടായി. അതനുസരിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ കൊളോണിയൽ സംരംഭങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇന്ത്യയിലേക്ക് വരണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തത്. ഇന്ത്യയിലേക്ക് കൊളോണിയൽ ഇൻട്രസ്റ്റോടുകൂടി വരിക, ഇന്ത്യയെ കോളനൈസ് ചെയ്യാനായിട്ടായിരുന്നു ആ റിക്വസ്റ്റ്. The East India Company gained the first charter to start their business in India from Queen Elizabeth I. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് ക്വീൻ എലിസബത്ത് ഫസ്റ്റിൽ നിന്ന് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടർ, അതായത് ഒരു കരാർ ഉണ്ടാക്കുന്നത്. The company's initial aim was to conduct trade with India, but eventually with the degeneration of the Mughals, it conquered India territorially. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ശരിക്കൊരു ട്രേഡ് കമ്പനിയാണത്. അത് ഒരു ട്രേഡിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു കമ്പനിയായിരുന്നു അത്. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെയുള്ള ലോകത്തിലെ ആദ്യത്തെ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് വന്ന ഒരു വലിയ കമ്പനിയായിരുന്നു അത്. ഇന്ത്യയിൽ ട്രേഡ് നടത്തുക അല്ലെങ്കിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ട്രേഡ് നടത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രമുഖമായ അജണ്ട. ഈ കമ്പനി ശരിക്ക് ഇന്ത്യയിൽ കച്ചവട ഉദ്ദേശം കൊണ്ടാണ് വരുന്നതെങ്കിലും മുഗൾ ഭരണം, അക്കാലത്ത് മുഗൾ സാമ്രാജ്യമാണ് ഇന്ത്യയുടെ
മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. മുഗൾസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി ഇന്ത്യയിലെ ആ സമയത്ത് 1600-കളിൽ. എന്നാൽ 1600-കളാകുമ്പോഴേക്ക് തന്നെ അവരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ആ ഒരു പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് മനസ്സിലാക്കുന്നു. ട്രേഡ് നന്നായിട്ട് നടക്കണം, കൂടുതൽ ലാഭം ഉണ്ടാക്കണം. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർമാർക്ക് പൈസ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ വഴികൾ അവർ തേടുമ്പോഴാണ് അവർക്കൊരു ഐഡിയ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് പിടിച്ചെടുത്താൽ, അതിനെയൊക്കെ രാഷ്ട്രീയമായി കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ വലിയ തോതിലുള്ള ലാഭം ഉണ്ടായിക്കൂടെ എന്നുള്ളത്. കാരണം പിന്നീട് അങ്ങോട്ട് ട്രേഡിന് വേണ്ടി പെർമിഷൻ ചോദിക്കുകയോ ലിമിറ്റേഷൻസ് നോക്കി നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു അവർ കണ്ട ഒരു ഉദ്ദേശം. പരിധികളില്ലാത്ത വ്യാപാരം, അതിനുള്ള അവസരമായി ഇതിനെ അവർ കാണുകയാണ്. ആൻഡ് അതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ഇറ്റ് കോൺകേർഡ് ഇന്ത്യ ടെറിട്ടോറിയലി. ഇന്ത്യയുടെ കരഭാഗം അവർ കീഴടക്കുകയാണ്. The Battle of Plassey 1757 marked the beginning of British rule in India, which ended in August 1947. 1947 അവസാനിച്ചു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണം. തുടങ്ങിയത് നോക്കുക 1757. അതിനു മുമ്പിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലുണ്ട്, സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ ആദ്യത്തെ വിജയം ദ ബാറ്റിൽ ഓഫ് പ്ലാസിയിലെ യുദ്ധം, സിറാജുദ്ദൗല എന്ന ഭരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സൈന്യം, പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് എടുത്തു പറയണം, കാരണം അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഓർഗനൈസേഷനാണ്, ഒരു കച്ചവട സ്ഥാപനമാണ്. അങ്ങനെ ഒരു കച്ചവട സ്ഥാപനത്തിന് എങ്ങനെയാണ് ഇത്രയും സൈന്യം, എങ്ങനെയാണ് ഇത്രയും ആയുധങ്ങൾ? അതിന് കാരണമായത് ബ്രിട്ടീഷ് പാർലമെന്റ് അവർക്ക് നൽകിയ ഒരു പ്രത്യേക റൈറ്റ് ആയിരുന്നു. അവരെവിടെയൊക്കെ പോകുന്നു കച്ചവടം ചെയ്യാൻ, അവിടെ അവർക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടി സ്റ്റാൻഡിങ് ആർമിയെ റേസ് ചെയ്യാനും കീപ്പ് ചെയ്യാനുമുള്ള റൈറ്റ് അവർക്ക് കൊടുത്തിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റ്. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത്രയും സോൾജിയേഴ്സും അമ്യൂണിഷൻസും ഇത്രയും സൈനിക ശക്തി ലഭിച്ചത്. അങ്ങനെ പിന്നെ പലപ്പോഴും ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരെ അവർ തമ്മിലടിപ്പിച്ചു. അതായിരുന്നു അവരുടെ മെയിൻ സ്ട്രാറ്റജി. നേരിട്ട് ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെയുള്ളത് അവർ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി അതിനൊരു ഉദാഹരണമാണ്. അവർ നേരിട്ട് യുദ്ധം ചെയ്ത ഒരു കേസാണ്. അങ്ങനെ ബ്രിട്ടീഷ് റൂളിന് തുടക്കം കുറിക്കുന്നു. അത് 1947 വരെ നിലനിൽക്കുന്നു. ഒഫീഷ്യലി നമുക്ക് പറയാം ഒരു 200-ഓളം വർഷങ്ങൾ, അല്ലേ? അപ്പോൾ അത്രയും വർഷങ്ങളോളം ബ്രിട്ടൻ്റെ ഭരണത്തിൽ കീഴിലായിരുന്നു ഇന്ത്യ. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാരുടെ ഭാഷയുമായിട്ട് മിക്സ് ആവുന്ന, ഇന്ത്യൻ ഭാഷ പോലെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്, അവരുടെ കലാപരമായ അവരുടെ സെൽഫ് എക്സ്പ്രഷനിലേക്ക് പുതിയൊരു ഭാഷ കടന്നു വരുന്നു. മെക്കോളേസ് മിനിറ്റ്സ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരത്തിനെ കുറിച്ച് പഠിക്കുന്നവർ എപ്പോഴും പഠിക്കുന്ന ഒരു രേഖയാണ് മെക്കോളയുടെ മിനിറ്റ്സ്. മെക്കോളെ ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ച ഒരു പ്രമേയമായിരുന്നു ഇത്. മെക്കോളെ പ്രഭു വളരെ പ്രസിദ്ധനായ ഇൻഫ്ലുവൻഷ്യലായ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു. Macaulay's minutes played a major role in the nativization of English. ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ പ്രാദേശിക ഭാഷയാക്കുന്നതിൽ ഈ ഡോക്യുമെന്റ് വലിയ പങ്കുണ്ട്. Until then the British had no policy for education. ഈ ഡോക്യുമെന്റ് വരുന്നത് വരെ ബ്രിട്ടീഷ് ഭരണകൂടം ഒരിക്കലും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ തലത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ അവർ ഇടപെട്ടിരുന്നില്ല. They did not have any interest in that or policy for education. അത്തരത്തിലുള്ള നയം അവർക്കുണ്ടായിരുന്നില്ല. They were profit oriented and concentrated on trade and commerce. ബേസിക്കലി അവരുടെ ആറ്റിറ്റ്യൂഡ് ഈ കമ്പനിയുടെ ആറ്റിറ്റ്യൂഡായിരുന്നു. കച്ചവടം നടത്തുക, ലാഭം ഉണ്ടാക്കുക, നാട്ടിലേക്ക് പൈസ അയക്കുക. ബേസിക്കലി ദാറ്റ് വാസ് their function. The missionaries had already started schools and institutions, but with the aim of Christianizing the barbarians. പൊതുവെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും
ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പറയാൻ പറ്റില്ല, ചില ചരിത്ര പുസ്തകങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു തെറ്റായ സമീപനമാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇങ്ങനെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ്റെ പോളിസി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂളുകൾ ആരംഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ ചരിത്രം വസ്തുത ഒരു സത്യമായ വസ്തുതയാണ്. എന്നാൽ അവരുടെ, അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെ സയൻസ് എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ ചേർച്ചസിനോട് ചേർന്ന് ഇംഗ്ലീഷ് സ്കൂളുകളും സാധാരണക്കാർക്ക് പഠിക്കാനുള്ള സ്കൂളുകളും ഒക്കെ സ്ഥാപിക്കുക കേരളത്തിൽ വളരെയധികം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരം സ്കൂളുകളിലൊക്കെ ഉദ്ദേശം ക്രിസ്ത്യനൈസിങ് ആയിരുന്നോ, ക്രിസ്തുമത വ്യാപനമായിരുന്നോ, ചേരുന്നവരൊക്കെ ക്രിസ്ത്യാനികളാക്കുകയായിരുന്നു, കുട്ടികളെല്ലാം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വളച്ചൊടിച്ച ചരിത്രം പലപ്പോഴും ചില ചരിത്ര പുസ്തകങ്ങളിലും ചരിത്രകാരന്മാരുടെ എഴുത്തുകളിലും കാണാൻ സാധിക്കും. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബാർബേറിയൻസിനെ സിവിലൈസ് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ, അല്ലെങ്കിൽ ബാർബേറിയൻസിനെ ക്രിസ്ത്യനൈസ് ചെയ്യുക, ക്രിസ്ത്യനാക്കുക. ബാർബേറിയൻ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരാണ്, അൺസിവിലൈസ്ഡ്, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അൺസിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആദിവാസികളെ പോലെ ജീവിക്കുന്ന ഇന്ത്യക്കാരെ പിടിച്ച് ക്രിസ്ത്യനാക്കുക എന്നുള്ളതാണ് മിഷണറിമാർ സ്കൂൾ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന ഒരു വളച്ചൊടിച്ച ചരിത്രം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് സത്യമല്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ എഡ്യൂക്കേഷണൽ എല്ലാ ശ്രമങ്ങളും, എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നാനാജാതി മതസ്ഥർക്ക് ഓപ്പൺ ആയിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളം. കേരളത്തിൽ അത്തരം ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, കോളേജുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നാനാജാതി മതസ്ഥർ പഠിക്കുന്ന സ്ഥലങ്ങളുമായിരുന്നു. ഇസ്ലാം മതവിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികൾ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ എല്ലാവരും തന്നെ അത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു പോയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മിഷണറിമാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇത്തരം സംരംഭങ്ങളെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ കൊടുക്കുന്നത് ശരിയല്ല. നമുക്കതിവിടെ കാണാം. അത് വളരെ വിഷമം തരുന്ന ഒരു സംഭവമാണ്, വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഫോഴ്സ്ഫുൾ കൺവേർഷൻസ് നടന്നിട്ടുണ്ടാവാം, അതെല്ലാ മേഖലകളിലും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വയലൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ആംഗ്ലിക്കൻ സ്റ്റേറ്റാണ്. ആംഗ്ലിക്കനിസമാണ് അവരുടെ മതം. ആംഗ്ലിക്കൻ ചേർച്ച് എന്ന് പറയുന്നത് റോമൻ ചേർച്ചിൽ നിന്ന് വേറിട്ട് പോയ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. കേരളത്തിലെ ആംഗ്ലിക്കൻസ് ആയിട്ടുള്ള എത്ര സ്ഥലങ്ങളിൽ, ആംഗ്ലിക്കൻസിൻ്റെ ചേർച്ചസ് എത്ര സ്ഥലങ്ങളിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ആംഗ്ലിക്കൻ ചേർച്ചസിലൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ പ്രത്യേക അജണ്ട നടപ്പാക്കി എന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഒരിക്കലും ബ്രിട്ടൻ്റെ നേരിട്ടുള്ള ഇൻട്രസ്റ്റ് ഇത്തരത്തിൽ മതപരമായ ഒരു അധികാരം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നില്ല. കച്ചവടമായിരുന്നു അവരുടെ ഉദ്ദേശം. അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നീട് അവർ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നുണ്ട്, അത് സത്യമാണ്. അതിന് കാരണക്കാരനായ പ്രധാനപ്പെട്ട ആളാണ് മെക്കോളെ, ലോർഡ് ബാബിങ്ടൺ മെക്കോളെ. ഈ മെക്കോളയുടെ മിനിറ്റ്സിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. The Charter Act of 1813 was the first to seriously think about educating the Indians and allotted a sum of 1 lakh for it. 1813 കരാറ്, ചാർട്ടർ ആക്ട് എന്ന നിയമമാണത്. ചാർട്ടർ ആക്ട് 1813 കാര്യമായി വളരെ സീരിയസ് ആയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി 1 ലക്ഷം 1 lakh അലോട്ട് ചെയ്യുകയും ചെയ്തു ഈ നിയമം. With this, there was a discussion on the mode of education that should be adopted to educate the Indians. അങ്ങനെ ആദ്യമായിട്ടൊരു ചർച്ച വരികയാണ്, എങ്ങനെയാണ് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, എങ്ങനെ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകാം. വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത്
ഇംഗ്ലീഷ് ലാംഗ്വേജ്, സയൻസ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെ ആധുനിക എഡ്യൂക്കേഷൻ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് മാത്രമല്ല. ഓക്കെ. One group argued for education through native language and native texts. ഈ ഡിസ്കഷനിൽ ഒരു വിഭാഗം പറഞ്ഞത് പ്രാദേശിക ഭാഷയിൽ അവരെ പഠിപ്പിക്കാം, അവരുടെ പ്രാദേശിക പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കാം. എന്നാൽ മറ്റൊരു വിഭാഗം, while the others stood for English education, മറ്റൊരു വിഭാഗം ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. It is at this point that Lord Macaulay arrived as the president of the General Committee of Public Instruction in 1834. ഈ ഘട്ടത്തിലാണ് ലോർഡ് മെക്കാലയുടെ ഇടപെടൽ. 1834 അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് വരികയാണ് ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന ഓഫീസിൽ. Macaulay's minute on education were presented on February 2nd, 1835. 1835ലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. Macaulay emphasized that the effort of the colonial government should be to make natives of this country good English scholars. ഗവൺമെൻറ് ഒരു ഉദ്ദേശം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പൊതുവിൽ ആധുനിക മോഡേൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നേറ്റീവ്സിനെ, തദ്ദേശീയരെ ഇംഗ്ലീഷ് സ്കോളേഴ്സ് ആക്കുക, ഇംഗ്ലീഷ് പണ്ഡിതന്മാരാക്കുക എന്നുള്ളതാണ്. ഇതാണ് മെക്കോലയുടെ എയിം എന്ന് പറയുന്നത്. Macaulay had great contempt for literature and knowledge traditions in Indian languages. ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് നിലനിന്നിരുന്ന വലിയ അറിവിനെ, ഇന്ത്യൻ ഭാഷകളുടെ സമ്പത്തിനെ മെക്കോലെ പുച്ഛിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടംപ്റ്റ് ആയിരുന്നു, പുച്ഛമായിരുന്നു അതിനോടൊക്കെ. ആൻഡ് ഹി തോട്ട് ദറ്റ് ഇറ്റ് വാസ് അപ് ടു ദ ബ്രിട്ടീഷ് ടു ടീച്ച് ദി അൺസിവിലൈസ്ഡ് ഇന്ത്യൻസ് എ സുപ്പീരിയർ ലാംഗ്വേജ് കോൾഡ് ദി ഇംഗ്ലീഷ്. അദ്ദേഹം വിശ്വസിച്ചത് ഈ ഇംഗ്ലീഷ് ഭാഷ സുപ്പീരിയർ ആണ്, മറ്റൊരു ഭാഷ ഇന്ത്യൻ ഭാഷകളേക്കാൾ മികച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇത്രയും മികച്ച ഭാഷ ഇന്ത്യക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ, ഈ ചുമതലയെ അല്ലെങ്കിൽ ഈ ആശയത്തിനെ കാണുന്നത്. Macaulay was so adamant that he insisted on implementing his recommendations, or else he would resign from the position of President of Governor General's Council. അദ്ദേഹം വളരെയധികം ഈ വിഷയത്തിൽ മുൻകൈയെടുത്തു, സ്ട്രോങ് നിലപാടെടുത്തു, രാജിവെച്ച് പോയിക്കളയെന്ന് പറഞ്ഞു ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ തൻ്റെ നയങ്ങൾ. The Governor General yielded and passed a resolution on March 7th, 1835. അങ്ങനെ 1835 മാർച്ച് ആകുമ്പോഴേക്ക് അതിൻ്റെ തീരുമാനം പാസ്സാക്കി ഗവർണർ ജനറൽ. അക്കാലത്ത് ഇന്ത്യയുടെ ചുമതലയുള്ള ഓഫീസറിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് ഗവർണർ ജനറൽ. അതിൻ്റെ പേര് ഈ 1835 റെസൊല്യൂഷൻ പാസ്സാക്കി, കോൾഡ് ദ റെഡ് ലെറ്റർ ഡേ ബൈ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ്. ഇന്ത്യൻ ചരിത്രകാരന്മാർ ഈ ദിവസത്തെ വിളിക്കുന്ന റെഡ് ലെറ്റർ ഡേ, ചുവന്ന അക്ഷര ദിനം എന്നാണ്. ഇൻ ദ റെസൊല്യൂഷൻ ഇറ്റ് വാസ് ഡിക്ലെയർഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് എയിം അറ്റ് പ്രൊമോട്ടിംഗ് സയൻസ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അമംഗ് ദ നേറ്റീവ്സ്. ശാസ്ത്രവും ഇംഗ്ലീഷ് ഭാഷയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഇന്ത്യക്കാരായ ആൾക്കാരുടെ ഇടയിൽ എന്നായിരുന്നു ഈ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. They also decided to channel all funds kept aside for education to be used solely for English education. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് മാത്രമായിട്ട് ഒരുപാട് ഫണ്ട് മറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് പോലും ഇവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് മാറ്റി ഉപയോഗിക്കണം എന്ന് തീരുമാനമെടുത്തു. It was also decided not to spend government funds on printing books in Indian languages. ഇന്ത്യൻ ഭാഷകളിൽ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തിറക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഒരു തീരുമാനമെടുത്തു. ഇന്ത്യൻ ഭാഷകളെ നെഗ്ലക്റ്റ് ചെയ്യുക, ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ, ഇന്ത്യൻ ലാംഗ്വേജസ് ആർ നോട്ട് യൂസ്ഫുൾ, ദേ ആർ യൂസ്ലെസ് എന്ന ഒരു ഐഡിയ കൊണ്ടുവരിക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഷുഡ് ബി ഗിവൺ അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന ആശയം നമ്മൾ ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നും നമ്മൾ ഇന്ത്യക്കാർ ഈ ആശയം തന്നെയല്ലേ പിന്തുടരുന്നത് ടു സം ഡിഗ്രി. ദ ലാർജ് നമ്പർ ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്, ദി ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ കാണിക്കുന്നത് വേറെന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. Eventually, in the Wood's Dispatch of July 1854, the need to use vernacular languages to educate the masses was emphasized. അവസാനം 1854 ആകുമ്പോഴേക്ക് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിലെ വെർനാക്യുലർ ലാംഗ്വേജസ്, സംസാര ഭാഷ, കോമൺ മാൻസ് ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ്, പ്രാദേശിക ഭാഷ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട്
ജനങ്ങളെ പഠിപ്പിക്കണമെന്ന കാര്യം ഊന്നൽ കൊടുത്തു. He suggested that English should be used in the higher branches of education. ഇപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ പ്രാഥമിക വിദ്യാഭ്യാസം ലോക്കൽ ഭാഷയിൽ കൊടുക്കുക, പ്രാദേശിക ഭാഷകളിൽ കൊടുക്കുക. ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. സോ ചാൾസ് വുഡ്സ് ഡെസ്പാച്ച് led to the establishment of Calcutta, Bombay and Madras universities in 1857. അങ്ങനെ ചാൾസ് വുഡ്സിൻ്റെ ഡെസ്പാച്ച്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, led to the establishment of Calcutta, Bombay and Madras universities in 1857. 1857 ആകുമ്പോഴേക്ക് ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലൊക്കെ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. കാൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. These universities became the crucibles of the Indian Renaissance, which changed the political, cultural, literary and social lives of the Indians. ഇന്ത്യക്കാരുടെ എല്ലാ മേഖലകളിലും, സാംസ്കാരികമായിക്കോട്ടെ, സാഹിത്യ, അതുപോലെ സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ വലിയ മാറ്റം, വലിയൊരു നവോത്ഥാനത്തിൻ്റെ തുടക്കമായി മാറി ഈ യൂണിവേഴ്സിറ്റികൾ. ഇന്ത്യയിലേക്കൊരു നവോത്ഥാനം കൊണ്ടുവന്നു എന്ന് പറയാം. ആധുനിക വിദ്യാഭ്യാസം ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ശാസ്ത്രീയ വിദ്യാഭ്യാസം, സയൻസ്, മാത്തമാറ്റിക്സ്, ഇതൊക്കെ യൂറോപ്യൻ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകമായിട്ട് പറയും ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പോളിസിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ സോ കോൾഡ് മോഡേൺ എഡ്യൂക്കേഷൻ. അപ്പം അതുവരെ ഇന്ത്യയിൽ ഈ മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ മിഷണറി സ്കൂളുകളിലൂടെ അത് ഉണ്ടായിരുന്നു. എന്നാൽ അത് കൂടാതെ തന്നെ ബ്രിട്ടൻ്റെ ഈ എഡ്യൂക്കേഷൻ പോളിസി വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കി. മിഷണറി സ്കൂളുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ ഒരു വഴിയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്ക് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ബ്രിട്ടൻ്റെ പുതിയ ഈ നയങ്ങൾ തീർച്ചയായും വലിയ തോതിലുള്ള ഒരു പരിവർത്തനം ഇന്ത്യൻ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാക്കി, വലിയ മാറ്റം ഉണ്ടാക്കി ഇന്ത്യയിൽ. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സ്ട്രഗിളിന് വലിയ ഒരു ആക്കം കിട്ടി എന്നുള്ളതാണ്. ഇതേ എഡ്യൂക്കേഷൻ തന്നെയാണ് ഇന്ത്യക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്തിനാണ് ഈ അടിമത്തം നമ്മൾ സഹിക്കുന്നത് എന്നുള്ളത്. ഇതേ ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കാനും സഹായിച്ചത്. പ്രാദേശിക ഭാഷയാണെങ്കിൽ പരസ്പരം മനസ്സിലാവാതെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലായനെ. ഹിന്ദി പറഞ്ഞാൽ ഇവിടെ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് പലർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ സഹായത്തോടുകൂടി ഇന്ത്യയിലുടനീളം ധാരാളം പ്രസിദ്ധീകരണങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, സീക്രട്ട് റേഡിയോയിലൂടെ ഒക്കെ വലിയ തോതിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തമായ മുന്നേറ്റങ്ങൾ നടന്നു. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അങ്ങനെയും ഒരു ബെനിഫിറ്റ് പിന്നീടുണ്ടായി. ബ്രിട്ടീഷുകാർ ഒരിക്കലും അത് കരുതിയിരുന്നില്ല. അവരുടെ ഉദ്ദേശം, മെക്കോളെ പ്രകടമായിട്ട് പറഞ്ഞത് ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് സ്കോളേഴ്സ് ആക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു നല്ല വർക്ക് ഫോഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ബേസിക്കലി അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതായത് അവരുടെ ഓഫീസുകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരുടെ സിവിൽ സർവൻസ് ആയിട്ട് ഇന്ത്യക്കാരെ, അതായത് ഒരു ക്ലറിക്കൽ പോസ്റ്റിന് വേണ്ടിയാണ് ഇന്ത്യക്കാരെ അവർ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയാണ് അവർ എഡ്യൂക്കേഷന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാരെ മുഴുവൻ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റാനല്ല. ഇന്ത്യയിൽ നിന്ന് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ആൾക്കാരെ കിട്ടുക, അതാകുമ്പോൾ ചെറിയ പൈസ മതി സാലറി ആയിട്ട്. ഒരു ബ്രിട്ടീഷുകാരനെയോ സ്കോട്ട്ലൻഡുകാരനെയോ വെയിൽസുകാരനെയോ ഇവിടെ, അല്ലെങ്കിൽ അയർലൻഡുകാരനെയൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഇത്തരം ജോലികൾക്ക് കൊണ്ടുവരുമ്പോൾ വലിയ സാലറി അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ അതുമാത്രമല്ല, അവരെ തുല്യരായി കാണേണ്ടി വരും, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും, ഒരു പ്രോപ്പർ എല്ലാം വെച്ച് നടത്തേണ്ടി വരും. ഇന്ത്യക്കാരനാകുമ്പോഴോ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് വലിയ സാലറി വേണ്ട, പിന്നെ ഓബ്വിയസ്ലി അവർക്ക് തുല്യ സ്റ്റാറ്റസ് ഇല്ല നമ്മളെ ഗവൺ ചെയ്യുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ സ്വാഭാവികമായും വളരെ കൺവീനിയൻ്റ് ആയൊരു ഓപ്ഷൻ നല്ലൊരു വർക്ക് ഫോഴ്സ്. അങ്ങനെയായിരുന്നു ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ കൂടുതൽ ലെങ്തായി പോകുന്നതുകൊണ്ട് നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം.
ഇന്നത്തെ ഈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ദിവസം നമ്മൾ ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ, നേറ്റീവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് തൊട്ട് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരുപാട് സമയം ഇരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, ശാരീരികമായിട്ടും മറ്റു ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, അതുപോലെ വായനയിൽ വലിയ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അത്തരക്കാർക്ക് ഇത് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.